ഇന്ന് സപ്പോർട്ട് ചെയ്തവർക്കും പിന്നെ നമ്മളെ ഇങ്ങനെ വന്ന് ബാഡ് കമൻസ് ഇട്ട് ചെയ്യുന്ന ഒന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. വീണ്ടും പറയുകയാണ്, നിങ്ങൾ ബാഡ് കമൻറ്റ്സ് മാക്സിമം നിങ്ങൾ സോഷ്യൽ മീഡിയകളിൽ ഒഴിവാക്കുക. നിങ്ങൾ വിചാരിക്കുന്ന പോലെ പണ്ടത്തെ കാലഘട്ടമല്ല. നിങ്ങൾ ഏത് ഐ ഡിയിൽ നിന്ന് വന്ന് നിങ്ങൾ എങ്ങനെയൊക്കെ മെസ്സേജ് ചെയ്താലും നിങ്ങളുടെ ഐ ഡി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ IP അഡ്രസ്സ് എടുക്കാൻ കഴിയും. നിങ്ങൾ ഏത് സ്ഥലത്താണ് ഇരിക്കുന്നത്, നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളെ എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഒരാൾ ഇറങ്ങി തിരിച്ചാൽ തീർച്ചയായിട്ടും നടക്കും. എനിക്കതിനുള്ള ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് സൈബറിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട്. നമ്മളൊരു ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ആരാണ് നിങ്ങളുടെ ഡീറ്റെയിൽസും നാളും ഒന്നും എടുക്കുന്നതിൽ യാതൊരു വിഷമവും ഇല്ല. പിന്നെ അത് നാണക്കേടാവും, പോലീസ് കേസാവും, നിങ്ങൾ വെറുതെ കയറി ഇറങ്ങേണ്ടി വരും. അപ്പം ബാഡ് കമൻറ്റ്സ് ഇടുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ മാക്സിമം ലൈവിൽ വന്നിട്ട് ബാഡ് കമൻറ്റ്സ് ഇടാതിരിക്കുക. ഞാൻ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ല. എന്നെ ബുദ്ധിമുട്ടിക്കാൻ വരരുത്. എന്നെ ബുദ്ധിമുട്ടിച്ച് എന്നെ ഇറക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആയിരിക്കും, ഒരു ഒന്നൊന്നര ഇറക്കമായിരിക്കും. ഞാൻ വെറുതെ എന്നെക്കുറിച്ച് വെറുതെ ബിൽഡപ്പ് ചെയ്ത് പറയുകയല്ല, ഇങ്ങനെ ഉള്ളവർക്കുമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ വലിയ സംഭവമെന്നോ ഞാൻ വലിയ ആളെന്നോ ഉള്ള രീതിയിലല്ല പറയുന്നത്. നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. എൻ്റെ ലൈവിൽ നിങ്ങൾക്ക് വരാൻ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരണ്ട, എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ലൈവിന് വന്നാൽ അതേപോലെ മാന്യമായിട്ട് ബിഹേവ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലെ സംസ്കാരമേ നിങ്ങളിവിടെ വന്നാൽ കാണിക്കുകയുള്ളൂ. നമുക്കെല്ലാം നല്ല സംസ്കാരമുള്ള ആൾക്കാർ മാത്രമേ ഇതിനകത്തുള്ളൂ. പക്ഷേ ഒന്നോ രണ്ടോ ഇതേപോലെ സംസ്കാരം ഒട്ടുമില്ലാത്ത ആൾക്കാർ നമ്മുടെ ലൈവിന് വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെസ്സേജ് ഇപ്പോൾ പാസ് ചെയ്യുന്നത്. ഇനി ആരും ഒരിക്കലും